ട്രംപ് പുതിയ നീക്കവുമായി എത്തിയിരിക്കുന്നു. ലോകം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ഭയത്തിലാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. പക്ഷേ ട്രംപിൻ്റേതായിട്ടുള്ള നിലപാടുകളും ട്രംപിൻ്റേതായ പ്രഖ്യാപനങ്ങളും ഒക്കെ അടിക്കടി നടപ്പിലാക്കാൻ വേണ്ടി, അതായത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഗസയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പലസ്തീനുമായി ബന്ധപ്പെട്ട് ട്രംപ് ചില നിലപാടുകൾ ഉറച്ചു തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വാക്ക്, അതായത് രണ്ടാമത്തെ പ്രാവശ്യവും അദ്ദേഹം അത് ആവർത്തിച്ചിരിക്കുകയാണ്. ഗസയെ പിടിച്ചെടുക്കും. ഗസയെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ പാലസ്തീനികൾക്ക് അവിടെ യാതൊരു വിധത്തിലുള്ള എന്തുണ്ടാവില്ല, ഒരു തരത്തിലുള്ള അവകാശങ്ങളും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായിരിക്കും വരാൻ പോകുന്നത്? പാർത്ഥൻ പറഞ്ഞ പോലെ തന്നെ ചില കർക്കശക്കാരനാണ് ട്രംപ്, അതിൽ യാതൊരു തർക്കവുമില്ല. ട്രംപിന് ആരെയും ഒരു വിലയുമില്ല. ട്രംപ് ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഭീകരവാദത്തെ ഭൂമുഖത്ത് തന്നെ, ചില പ്രത്യേക ഭീകരവാദത്തെ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ട്രംപ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹമാസിൻ്റെ അടിവേര് തോണ്ടും ട്രംപ്. അത് തോണ്ടാതെ ട്രംപിന് ഊണും ഉറക്കമില്ല എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. കാരണം നമുക്കറിയാലോ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ട്രംപ് നടത്തിയ പ്രസ്താവന, അതായത് ഗാസയ്ക്ക് മേലുള്ള കണ്ണ്, ട്രംപിൻ്റെ കണ്ണ്, ഗാസ ക്ലീനാക്കും, ആർക്കും വന്ന് താമസിക്കാൻ സാധ്യമാക്കുന്ന ഒരു സുന്ദര ശാന്ത ഭൂമിയാക്കിയിട്ട് ഗാസയെ മാറ്റും, അതായത് ഒരു ഉല്ലാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റുമെന്നാണല്ലോ ട്രംപ് പറഞ്ഞത്. അതുതന്നെയാണ് ഇപ്പം ലോകം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഗാസ ക്ലീൻ ആക്കുമെന്നത് മാത്രമല്ല, ഗാസ ക്ലീൻ ആക്കുന്നതിനൊപ്പം തന്നെ അവിടെയുള്ള പാലസ്തീനികളെ അവിടെ നിന്ന് ഓട്ടിക്കും എന്നും കൂടി ട്രംപ് പറയുന്നുണ്ട്. നിങ്ങളിനി ഇവിടെ താമസിക്കേണ്ട, ഇതിവിടെ താമസയോഗ്യമല്ലാത്തൊരു പ്രദേശമാണ് ഇപ്പോൾ ഗാസ, അതിനെ മൊത്തം ക്ലീനാക്കി വൃത്തിയാക്കും, അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടാകുന്നത് ഒരു പ്രയാസമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം എന്ന് പറയുന്നത്. അറബ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ജോർദാനോ അല്ലെങ്കിൽ ഈജിപ്തോ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോയിക്കോ, ഇവിടെ നിൽക്കേണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇവരാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറുമല്ല പലസ്തീനികളെ. ജോർദാനും തയ്യാറല്ല, ഈജിപ്തും തയ്യാറല്ല, മറ്റ് അറബ് രാജ്യങ്ങളും തയ്യാറല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിസന്ധിയും രൂപപ്പെടുന്നുണ്ട്. അതായത് പലസ്തീനികൾ എവിടെ പോകും എന്നുള്ളൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് പല ആളുകളും പല ലോകരാജ്യങ്ങളും ചോദിക്കുന്നത്. കാരണം പലസ്തീൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു രാഷ്ട്രമാണ് പലസ്തീൻ എന്ന് പറയുന്നത്. അവർക്കിപ്പോഴും ഇസ്രായേൽ വേണമെന്നാണ് പലസ്തീനികളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അവർ സ്വയം അംഗീകരിക്കുന്നില്ല. കാരണം ഇസ്രായേലും കൂടി ഉള്ളൊരു രാജ്യമാണ് അവർക്ക് ശരിക്കും വേണ്ടത്. അതിൻ്റെ ആ സ്വഭാവമൊക്കെ കൊണ്ടാണല്ലോ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി മേടിക്കുന്നത് ആണല്ലോ. അതായത് അംഗീകരിക്കാൻ തയ്യാറല്ല, ഇനിയും വേണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഇസ്രായേൽ മുച്ചൂടും മുടിച്ചു കളഞ്ഞു, ഹമാസ് ഗാസ സ്ട്രിപ്പ് മുഴുവൻ. അപ്പൊ വീണ്ടും വീണ്ടും അതേ നിലപാട് തന്നെ തുടരുക എന്ന് പറയുന്നത് അവരെ തന്നെ, അവരുടെ പലസ്തീനികൾക്ക് തന്നെ വലിയ വെല്ലുവിളിയാണ് എന്നുള്ളത് അവർ തിരിച്ചറിയണം. കാരണം അവരെ സഹായിക്കാനായിട്ടോ അവരെ ഏറ്റെടുക്കാനായിട്ടോ ലോകത്ത് മറ്റേ ആരും ഇല്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലസ്തീനികളോട് ട്രംപിന് വലിയ വിരോധമൊന്നുമില്ല. ട്രംപ് പറയുന്നത് പലസ്തീനികളുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് വളരെ ദയനീയവും വേദനാജനകവുമാണ്. അപ്പൊ അവർക്ക് മറ്റൊരു സ്ഥലത്ത് താൻ വീട് വെച്ചു കൊടുക്കും, നല്ല സുഖസൗകര്യമായിട്ടുള്ളൊരു പാർപ്പിടം, അതുപോലുള്ള ഒരു ജീവിത അന്തരീക്ഷം ഉണ്ടാക്കും. പക്ഷെ ഗാസയിലല്ല. കാരണം ഗാസ പുനർനിർമ്മിക്കാനുണ്ട്. ഒരു പക്ഷേ പുനർനിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു പലസ്തീനികളെ തിരിച്ചു കൊണ്ടുവരുമായിരിക്കും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ പാലസ്തീൻ എന്ന് പറയുന്നത് ഗസ മാത്രം അല്ലല്ലോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഗസ എന്ന് പറയുന്നത് പാലസ്തീനിലെ ഒരു ചെറിയ പ്രദേശം മാത്രമാണ്. ഈ ഗസയിലുള്ള പാലസ്തീനികളെ പലസ്തീനിലെ മറ്റ് പല നഗരങ്ങളിലേക്കും മാറ്റിപ്പാർപ്പിക്കാമെന്നുള്ളൊരു കാര്യം കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഗസ ഈ പറയുന്ന തീവ്രവാദികളായിട്ടുള്ള ഹമാസിൻ്റെ നേതൃത്വത്തിൽ അവിടെ പിടിച്ചടക്കിയ സമയത്ത് അവിടെ ഒരു സ്വതന്ത്ര രാജ്യം പോലെയായിരുന്നു ഹമാസ് പ്രഖ്യാപിച്ചത്. അവിടുത്തെ പലസ്തീനിൻ്റെ ഭരണാധികാരികൾക്ക് ആ നഗരങ്ങളിലേക്ക് വലിയ പ്രവേശനമോ അവരുടെ സൈന്യത്തിനോ ഒന്നും വലിയ കടന്നുകയറ്റത്തിനോ ഒന്നും ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അവിടെയാണ് പലപ്പോഴും ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ
ഗസയ്ക്ക് പുറത്തേക്ക് ഇവർ ഇറങ്ങുകയും പല ആശുപത്രികളിലും തമ്പടിക്കുകയും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതോടുകൂടിയാണ് പാവപ്പെട്ട പലസ്തീനികൾക്ക് പല പ്രശ്നങ്ങളുണ്ടായത്. പിന്നെ ഗസയിൽ ജീവിച്ചിരുന്ന പലസ്തീനികളായിട്ടുള്ള ആളുകളുണ്ട്. ഓൾറെഡി പലസ്തീൻ്റെ ഭാഗമായിരുന്ന ഒരു നഗരത്തിൽ പലസ്തീനികൾ ജീവിച്ചിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് അവിടെ വലിയ ദാരുണമായ മരണങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രശ്നമായി നിൽക്കുന്നത്. എന്തായാലും ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ ട്രംപ് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അധികാരത്തിലേറിയാൽ ഇങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുക, അത് മറ്റൊന്നായിരിക്കുമെന്ന് കൃത്യമായ നിർദ്ദേശം, കൃത്യമായ വാണിംഗ് ആർക്ക് കൊടുത്തിരുന്നു? ഹമാസിനും അതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്രായേലിനും പലസ്തീനിക്കും ഇറാനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുതിയൊരു നീക്കം അല്ലെങ്കിൽ പുതിയൊരു പ്രഖ്യാപനം കൂടെ അവർ നടത്തിയിട്ടുണ്ട്. അതായത് അടുത്ത ശനിയാഴ്ചയ്ക്കുള്ളിൽ ഈ ബന്ദികളെ വിട്ടു നൽകിയില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കും എന്നാണ് ഹമാസിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഹമാസ് എന്തുകൊണ്ടാണ് ബന്ദികളെ വിട്ടുകൊടുക്കാത്തത് എന്നുള്ള ചോദ്യമുണ്ട്. അല്ല, ഹമാസിന്റെ കൃത്യമായിട്ടുള്ള അഹങ്കാരമല്ലേ ഇവിടെ നമ്മൾ കാണേണ്ടത്? കാരണം ഇത്രയടക്കം അവരുടെ മൊത്തം ജനവിഭാഗത്തെയും ഇല്ലാതായി. കാരണം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇല്ലാതായത് ഹമാസിനെ ഒന്നും നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാം വലിയ ഹമാസ് വീരവാദം മുഴക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്നിട്ടും ബന്ദികളെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ അഹങ്കാരം കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിൽ വേറെ കാര്യമുണ്ട് പാർത്ത. ഇതിൽ ഇപ്പോഴും ഹമാസിന്റെ അടിവേര് തോണ്ടുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും നിരവധി ബങ്കറുകളിൽ ഈ അണ്ടർഗ്രൗണ്ടുകളിൽ ഭീകരർ കഴിയുന്നുണ്ട്. അവിടെയൊക്കെയാണ് ഈ ബന്ദികളുള്ളത്. അവിടെയുള്ള കെട്ടിടങ്ങൾ ഒരു 90% അല്ലെങ്കിൽ 95% കെട്ടിടങ്ങളും നാമാവശേഷമായി, മുഴുവൻ ഇല്ലാതായി. പക്ഷെ ഇതിൻ്റെ ഈ അണ്ടർഗ്രൗണ്ട് ബങ്കറുകളെ കൃത്യമായിട്ട് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായ തോതിൽ ഇല്ലാതാക്കാനോ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ഇസ്രായേലിന്. അത് ഇസ്രായേൽ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ ഗാസ ക്ലീൻ ചെയ്യും, പുനർനിർമ്മിക്കും എന്നതിലൂടെ ട്രംപും ഇസ്രായേലിന്റെ പിന്തുണയോടുകൂടി യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബങ്കറുകളെ കൂടി നാമാവശേഷമാക്കുക. നിരവധി ബങ്കറുകൾ ബോംബിട്ട് തകർത്ത് കളഞ്ഞു അവിടെ. പക്ഷെ ബാക്കിയുണ്ട്. അല്ല, ശരിയാണത്. പക്ഷെ ഈ യഥാർത്ഥത്തിൽ ഹമാസിന് ഈ ബന്ദികളെ വിട്ടുകൊടുക്കാൻ കഴിയാത്തത് എന്താണെന്നറിയോ? ഈ ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ഈ ബന്ദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇവർ വിട്ടുകൊടുക്കാമെന്ന് വാക്കാൽ പറയുകയും അതിന് സാധിക്കാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണോ എന്നുള്ളത് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു കാര്യമാണ്. ഞങ്ങളുടെ കൂടെ ബന്ദികളുണ്ട്, ഞങ്ങളുടെ ബന്ദികളെ വിട്ടുതരൂ, എന്നിട്ട് നിങ്ങളുടെ ബന്ദികളെ വിട്ടുതരാമെന്ന് പറയുന്നു, 1-2 പേരെ വിട്ടുകൊടുക്കുന്നു. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ സുഡാപ്പികളൊക്കെ പ്രചരിപ്പിക്കുന്നൊരു വീഡിയോ ഉണ്ട്. അതായത് ഹമാസിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളും ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളും കമ്പാരിസൺ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ. ആ സ്ത്രീ പറയുന്നത് എന്നെ വളരെ വിപുലമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്, എന്നോട് വളരെ ബഹുമാനം കാണിച്ചു, എനിക്ക് നല്ല ഭക്ഷണം തന്നു. നേരെ തിരിച്ച് ഈ ഇസ്രായേലിലെ യുവാവ് പോകുമ്പോൾ നല്ല തടിച്ച സുന്ദരനായിരുന്നു, ഹമാസിലെ ഈ പാലസ്തീനിലെ. പക്ഷെ തിരിച്ച് പാലസ്തീനിലെത്തിയപ്പോൾ അദ്ദേഹം വളരെ മെലിഞ്ഞുണങ്ങി ഒന്നുമല്ലാത്ത രീതിയിലേക്കായിപ്പോയി. ഇതായിരുന്നു ഇസ്രായേലിൻ്റെ ട്രീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു സംഭവമേ വ്യാജ നിർമ്മിതിയാണ് എന്ന് തിരിച്ചറിഞ്ഞു. എന്നിട്ടും ഇത് കേരളത്തിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളത്തിലെ ഹമാസ് പ്രേമികൾക്ക് ഒരു വലിയ കരച്ചിൽ കാലം തന്നെയാണ് വരുന്നത്. എല്ലാവരും അടുപ്പ് കൂട്ടിയിരുന്ന് കരച്ചിൽ തീരാത്ത കാലത്തേക്കാണ് എന്തായാലും കാര്യങ്ങൾ പോകുന്നത്.